ഹലോ ഗായ്സ്, അപ്പോൾ റേസറിയ മച്ചനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വേറൊന്നുമല്ല, മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസ്. അപ്പോൾ ഭയങ്കര പേടിയുണ്ട്. പണ്ടൊക്കെ ഇതൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേനും പകുതി ഞാൻ വെപ്പും. പക്ഷേ ഇതൊക്കെ അങ്ങനെ പോകുന്നു തോന്നുന്നില്ല ഗായ്സ്. ഇത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ മൈൻക്രാഫ്റ്റ് എന്ന നിഗൂഢത ലോകത്തിലേക്ക് കടക്കാം. അപ്പം നമ്മൾ നേരെ മൈൻക്രാഫ്റ്റ് എന്ന ലോകത്തിലേക്ക് കടന്നു. ഇനി നമുക്ക് നേരെ ചെയ്യേണ്ടത് ക്രിയേറ്റ് ന്യൂ വേൾഡ്. അവിടെ പോയി ഹാർഡ് കോർ. നിങ്ങൾക്കറിയാലോ, ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പം നമുക്ക് നേരെ നേരെ മൈൻക്രാഫ്റ്റ് എന്ന ലോകത്തിലേക്ക് പോകാം. ചേട്ടാ വേഗം വാ, വേഗം എനിക്ക് പണിയുണ്ട് വേറെ. ദൈവമേ, നല്ല സ്പോൺ ഉണ്ടാവണേ. ഓക്കെ ഗൈസ്, സ്പോണായി വെക്കുന്നത് ഒരു ട്രീയുടെ അടുത്തൊക്കെ തന്നെയാണ്. വെയിറ്റ്, ഇതിൻ്റെ കൺട്രോൾ ഇങ്ങനെ അല്ല കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ബേർച്ചോ ഇവിടെ ഒന്നും വേറെ മരമില്ലേ? ശരി, ബേർച്ച്. എനിക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. എടുത്തല്ലേ പറ്റും. ഫുഡൊക്കെ വേണം നമുക്ക്. പുതിയ വീടൊക്കെ പണിഞ്ഞ് പെച്ചിനെല്ലാം കൊണ്ടുവന്ന് നാട്ടെ വല്ല സ്കെലട്ടനോ സോംബിയോ അടുത്തുണ്ടെങ്കിൽ ഞാൻ ചത്തു. എനിക്ക് ഈ മോബ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എൻ്റെ ഫസ്റ്റ് തന്നെ ഹാഫ് ആട്ട് പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വൈറ്റി ലോയാലിറ്റി ഗെയിമറിനെ. അവൻ ഭയങ്കരനാട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ഉണ്ടാകാൻ പറ്റില്ല. ക്രാഫ്റ്റിംഗ് ടേബിളായി. നേരെ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടാക്കാം. പിക്കാക്സ്, ആക്സ്. ഓക്കെ, ഇനി ആദ്യത്തെ സ്റ്റോൺ മൈൻ ചെയ്യാം. സ്റ്റോൺ കിട്ടി. സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം ഇനി ഗൈസ്. നമുക്ക് എത്രയും പെട്ടെന്ന് അയണൊക്കെ വേണം. നമ്മുടെ മോബ്സൊക്കെ വരുന്നതിന് മുമ്പ് സെറ്റാവണം, അല്ലെ ഊമ്പും. അതിന് തന്നെ ഫുഡ് വേണം ഗൈസ്. ചത്താൽ പിന്നെ തിരിച്ചൊരു വരവില്ല. അതാണ് ഈ ഗെയിമിൻ്റെ നിയമം. ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി ഇടുന്നതായിരിക്കും എന്ന് തോന്നുന്നു, പറയാൻ പറ്റില്ല. അപ്പം നേരെ നമുക്ക് ഫുഡ് സപ്ലൈസിന് പോവാം. ഇതെന്തോ ബെർച്ച് മാത്രമുള്ള ഫോറസ്റ്റ്. ഇതേ ഫോറസ്റ്റ് വന്നു ഇവിടെ. അതേ മെലൺ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് മാൻ. ഇതേ അടുത്ത് തന്നെ കേവ് പൊളിച്ച് നമ്മുടെ ഫുഡ് സപ്ലൈസ് ആയ മെലൺ നമുക്ക് പൊട്ടിച്ചെടുക്കാം. വേഗം കുറേ മെലൺ ഉണ്ടല്ലോ, കുറേ ഫുഡ് പോയി. അപ്പോൾ ഗായ്സ്, വേഗം തന്നെ ഈ മെലൺ എല്ലാം കൊണ്ട് മൈൻ ചെയ്യട്ടെ. മെലൺസിനെ മൈൻ ചെയ്യൂ. നമുക്ക് കുറേ ഫുഡ് വേണം ഗായ്സ്. ഫുഡ് ബഹുത്ത് ചായേ. അപ്പോൾ നമുക്ക് ഈ എല്ലാ മെലണും വേണം. ഒരു മെലണിൽ നിന്ന് എത്ര വാട്ടർ മെലണാണ് കിട്ടുന്നത്? മെലണിൽ നിന്ന് പാരറ്റിനടുത്ത പാരറ്റ് ഇത് തിന്നോ? പക്ഷേ എൻ്റെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഇതിനെ ടൈം ചെയ്യായിരുന്നു. അഡ്വഞ്ചറിങ് ടൈം കൂൾ. ഒരു സീഡ് കൊണ്ടൊരു പാരറ്റ്. പ്ലീസ് സീഡ് വേണം. എനിക്ക് ആ പാരറ്റിനെ ടൈം ചെയ്യണം. അതിന് ഞാൻ പപ്പുക്കുട്ടെന്ന് പേരിടും. പപ്പു അല്ല, വേറെ എന്തെങ്കിലും നല്ല പേരിട്ട് അതിനെ വിളിക്കാം. അയ്യോ പോയോ? ഒരു സീറ്റ് കൊണ്ടൊരു ടൈം ചെയ്യാൻ പറ്റുമെന്ന് പൊളിച്ചാന്. അതൊക്കെ പോട്ടെ ഗൈസ്. ഇനി നമുക്ക് വേഗം തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം. ഒരു ബേസൊക്കെ വേണം. ഇതേ പട്ടിയുണ്ട്, ഇതേ നമ്മുടെ ഒരു ഡോഗുട്ട സുഖല്ലേ? പാരറ്റ് നിൽക്കവിടെ. എനിക്ക് 2 സീഡും കൂടെ. സീഡ് തന്നെ ആരും ഡ്രോപ്പ് ചെയ്യാത്ത. ട്രീ മൈൻ ചെയ്താൽ കിട്ടുമോ? ഇതൊരു മാതിരി മാലപ്പടക്കം പൊട്ടിയ പോലെയാണുള്ളത്. ദൈവമേ, എൻ്റെ പാരറ്റും പോയി. അതിനെ ടൈം ചെയ്യാന്ന് വിചാരിച്ചാൽ ഇനി ഫുഡിന് വേണ്ടി പന്നീനെ കൊല്ലണം. പന്നീനെ കൊന്നു. ഇനി എന്നാ ചെയ്യേണ്ട ഗൈസ്? ഇനി ഈസ് ദാറ്റ് കൗ അല്ലല്ലോ, ഷീപ്പ്. പാണ്ടേ ആയിരുന്ന ഒരുമാതിരി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിനി ഒരു വില്ലേജ് കണ്ടുപിടിക്കണം ഗായ്സ്.
വില്ലേജിൽ നിന്ന് വേണം ബാക്കിയുള്ള ഫുഡ് സപ്ലൈസ് എല്ലാം എടുക്കാൻ. വില്ലേജ് കണ്ടുപിടിച്ച് എനിക്ക് ഈസിയാണ്, ബെഡൊന്നും ഉണ്ടാക്കണ്ട. ഇതേതാ ഈ മൂവ്? കൊള്ളാലോ. അതിനൊന്നും ഇപ്പോൾ പിടിക്കാൻ പോകേണ്ട സമയമില്ല. നമുക്ക് രാത്രി ആകുമ്പോൾ എന്തോ ചെയ്യണമെന്ന് ഒരു പരിപാടിയില്ല. ആവശ്യത്തിന് ഫുഡും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിനി ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ. ഇതൊരു ഡാർക്ക് ഫോറസ്റ്റ് അല്ലേ? ഈ പക്ഷി എന്നെ ഫോളോ ചെയ്യുവാണോ? ഇവിടെ കുറേ ഉണ്ടല്ലോ. ഒരു സീഡ് ഇതിന് കൊടുത്താ. ടേമി എൻ്റെ കൂടെ വരുമോ? പ്ലീസ് ഒരു സീഡ് താ, എനിക്കിതിനെ ടേം ചെയ്യണം. പ്ലീസ് ഗീവ് മീ സീഡ്. നാശം, മനുഷ്യനാണെങ്കിൽ സീഡും ഇല്ല. ഈ പാരറ്റിനെ ഒന്ന് ടേം ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ പാരറ്റോടെ വെറുതെ വെയിറ്റ് ചെയ്യുക എനിക്ക് വേണ്ടി, സീഡ് കൊണ്ടുവരാൻ വേണ്ടി. പാവം പാരറ്റ്. നമുക്ക് അതിനൊരു പേര് കണ്ടുപിടിക്കണം. യെസ്, സീഡ് കിട്ടി. കുട്ടാ, കിട്ടിയടാ. ഇനിയും വേണോ നിനക്ക്? അപ്പോൾ അവന് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സീഡ് കണ്ടുപിടിക്കും. എനിക്ക് സീഡ്സ് വേണം. എനിക്ക് ആ ചെക്കന് ഫീഡ് ചെയ്യണം. സീഡ് കിട്ടി. അയ്യോ പോലെ നമ്മുടെ പപ്പക്കുട്ടാ, പൊന്നു മോനെ, നീ പോരടാ. യെസ് ഗൈസ്. പോയാ? ഞാൻ ടീമായെന്ന് വിചാരിച്ചു. ഇതിനിപ്പോൾ ഞാൻ ഒരു സീഡും കൂടെ കൊടുക്കണോ? പ്ലീസ് ഗീവ് മീ 1 സീഡ്. ഐ നീഡ് ടു ടേം ദിസ്. ശരി, ഇനി നമുക്ക് ഇതിനെ ടേം ചെയ്യാനൊന്നും സമയമില്ല. നമുക്ക് നമ്മുടെ പാട്ടിന് പോവാം. മോനെ ബൈ. അതിനൊരു ഭയം കൊടുത്ത് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നു സുഹൃത്തുക്കളെ. ഷീപ്പ്, ഐ ഫൈനലി ഫൗണ്ട് എ ഷീപ്പ്. ബെഡിനൊക്കെ ഉണ്ടാക്കണം. ഇനി 2 ഷീപ്പും കൂടെ കിട്ടി എനിക്കൊരു ബെഡ് കിട്ടും. പറഞ്ഞ നാവിടത്തില്ല. അതേ അടുത്ത ഷീപ്പ്. ഇങ്ങനെയാണെങ്കിൽ ഒരു ഷീപ്പും കൂടെ, ജസ്റ്റ് 1. ദൈവമേ, ഷീപ്പ്. വാവ്, അയൺ. ഈസ് ദാറ്റ് അയൺ? ഐ നീഡ് അയൺ. ഗൈസ്, അപ്പം നമ്മൾ അവിടെ ഒരു അയൺ കണ്ടിരിക്കുകയാണ്. ഇതെന്നാ റിവീനാടേ. സെറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് മൈൻഡ് ചെയ്യണം. ഗ്രാവല്. അയൺ, ഐ നീഡ് ഇറ്റ്. അയ്യോ, സ്റ്റോൺ പിക്ക് വെച്ച് അയൺ മൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗായ്സ്, വേഗം തന്നെ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. സ്റ്റോൺ പിക്കാക്സ്. സ്റ്റിക്കില്ല. എന്നാൽ ശരി, സ്റ്റിക്ക് ഉണ്ടാക്കാട്. സ്റ്റിക്ക് എവിടെ? Yes guys, I got the pickaxe and I'm going to mine this. Wait. എൻ്റെ അടിയിൽ ഒരു അയണ്. യെസ്, 2 അയണേ ഉള്ളൂ ഈ റിവീലില്. ഗൈസ്, വാട്ട്? only 2 അയൺ? എല്ലാം 2 ആണല്ലോ ദൈവമേ. ഇനി ക്രാഫ്റ്റിംഗ് ടേബിളും പിടിച്ചോണ്ട് പോവാം. രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനിലാണ് ഗായ്സ് നമ്മൾ. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം ഗായ്സ്. 2 അയൺ കിട്ടി. ഇതേ തലകുത്തി നിൽക്കുന്ന പാൻഡ. ഷടാവേ, ഇത് ഞാനിപ്പോൾ എവിടെയാ? I need to get iron and gear up. കുഴപ്പമില്ല ഗൈസ്. ഒരു വില്ലേജ് എവിടെ? നിങ്ങൾക്കറിയാലോ, ഇതിലൊരു ചീറ്റും ഇല്ല. അയൺ,
പറഞ്ഞ് നാവെടുത്തില്ല. അതേ അടുത്ത അയൺ. പക്ഷെ അതിച്ചിരി അടിയിലാണ് എൻ്റെ ദൈവമേ. എനിക്കിച്ചിരി പേടിയാണ് പക്ഷെ അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. സൂര്യൻ അവിടെ. അയ്യോ സൂര്യൻ അസ്തമിക്കാറായോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഹൈഡ് ചെയ്യണം കാരണം മോപ്സിൻ്റെ വിളയാട്ടം. ഷിറ്റ്, എവിടെ സണ്ണവിടെ? ഉയ്യോ, കുഴി 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 കുഴി, താഴത്തോട്ട് കുഴി, പോട്ടെ. കവറിറ്റ് കവറിറ്റ് കവർ. എൻ്റെ കയ്യിൽ കോളുണ്ടോ? ദൈവമേ, കോള് പോലും ഇല്ല. ഇരുട്ടാണല്ലോ മൊത്തം. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കണം. അത് കഴിഞ്ഞ് ഫർണസ് അവിടെ, ഫർണേഴ്സ് ഉണ്ടാക്കണം. ഫർണസ് ഇവിടെ വെക്കണം. എൻ്റെ കയ്യിലുള്ള മൊത്തം ഓക്ക് ഇവിടെ വെക്കണം. 4 അയൺ സ്മെൽറ്റ് ചെയ്യണം. ഇപ്പം ചെറിയൊരു വെട്ടമെങ്കിലും ഉണ്ട്. അവിടെ ചെറിയൊരു റൂം ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് എൻ്റെ അയൺ സ്മെൽറ്റ് ചെയ്യുന്നവരോട് കുത്തിയിരിക്കാം ഗൈസ്. അപ്പം നമുക്കിനി രാവിലെയും അയൺ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, രാവിലെ ഇത്ര നേരമായിട്ടില്ല. ഞാൻ അയൺ സ്മെൽറ്റ് ചെയ്തപ്പോഴത്തേനും ഞാനാണെങ്കിൽ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കി. നിങ്ങൾക്കൊന്നും കാണുന്നില്ല, എനിക്കൊന്നും കാണുന്നില്ല. അപ്പം നമുക്കിനി രാവിലെ വരെ കാത്തിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ലോങ് വീഡിയോ ആവും. സോ അത് കാരണം റൈസർ ഗെയിം മച്ചാൻ മിസ്റ്റർ RGM ഗെയിമിംഗ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ.